ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നെറ്റ്സ് എക്സ്പ്ലെയിനർ. ഹെഡ്ഫോൺ ഇടൂ, ലൈറ്റ് ഓഫ് ചെയ്യൂ. കാരണം നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഒരു കഥയല്ല, ഒരു മുന്നറിയിപ്പാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ഒരു ഹൊറർ കഥയല്ല. 1976 രാജസ്ഥാനിലെ ഉൾക്കാടുകൾക്കിടയിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു ഭീകര സംഭവമാണ്. ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ, ഒരു അമ്മ, അവളുടെ മക്കൾ. ഈ വീഡിയോ പൂർണ്ണമായി കാണാതെ പോയാൽ ഈ കഥയുടെ യഥാർത്ഥ ഭയം നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവില്ല. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. 1976 രാജസ്ഥാനിലെ ഉൾഗണ്ട് എന്ന ഗ്രാമത്തിൽ നടന്ന ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ക്രൈം മിസ്റ്ററിയാണിത്. ഒരു റിട്ടയർഡ് പോലീസുകാരൻ, വളരെയധികം സമ്പത്തുള്ള, നാട്ടിൽ ബഹുമാനം നേടിയ ഒരാൾ. അവന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു അമ്മയും അച്ഛനും ഒരു മകളും ജോലിക്കായി എത്തുന്നു. വീട്ടുപണിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അവർ അന്വേഷിക്കുമ്പോൾ പോലീസുകാരൻ അവരെ ജോലിക്കെടുത്തു. താമസിക്കാനുള്ള ഇടം ചോദിച്ചപ്പോൾ വാടക വീട്ടിനു പകരം തന്റെ ഭൂമിക്കുള്ളിലെ ഒരു പഴയ വീട്ടിൽ താമസിച്ചോളാമെന്ന് പറഞ്ഞു. ആ വീട് ഏകദേശം 1.5 വർഷമായി ആരും താമസിക്കാത്തതാണ്. ചുറ്റും വൃത്തിയാക്കണം, എന്നാൽ ആളുകൾ താമസിക്കുന്ന പ്രദേശം തന്നെയാണ്. അവർ അത് അംഗീകരിച്ചു. ആദ്യമെല്ലാം സുഖമായിരുന്നു. അച്ഛൻ ദൂരെയുള്ള ഹോട്ടൽ ജോലിക്ക് പോയി ആഴ്ചയിൽ ഒരിക്കൽ ശനിയാഴ്ച മാത്രം വീട്ടിൽ വരും. പക്ഷേ അവളുടെ മകളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. രാത്രി ഉറങ്ങില്ല, തനിയെ സംസാരിക്കുന്നു, ഭയങ്കരമായി കരയുന്നു. അതിശയകരമായി അച്ഛൻ വീട്ടിലുണ്ടായാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇത് അമ്മയെ ഭയപ്പെടുത്തി. ഒടുവിൽ ഒരു ശനിയാഴ്ച അമ്മയെല്ലാം ഭർത്താവിനോട് തുറന്നു പറയുന്നു. അന്നു മുതൽ അച്ഛൻ ജോലിക്ക് പോകുന്നത് നിർത്തി വീട്ടിൽ തന്നെ ഇരുന്നു. 3-ാം ദിവസം രാവിലെ അമ്മയും മകളും പുറത്തു പോയ സമയത്ത് വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ അച്ഛനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഗ്രാമം മുഴുവൻ സംശയത്തിലായി. ഇത് ഒരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? പക്ഷേ തെളിവൊന്നുമില്ല. സംസ്കാരങ്ങൾ കഴിഞ്ഞു. അമ്മയും മകളും വീണ്ടും ആ വീട്ടിൽ തനിച്ചായി. ഇതിനുശേഷം മകളുടെ അവസ്ഥ കൂടുതൽ മോശമാകുന്നു. ഡോക്ടർ പറഞ്ഞു മാനസിക പ്രശ്നമൊന്നുമില്ല. അവസാനം അവർ ഒരു പൂജാരിയെ സമീപിച്ചു. പൂജാരിയും അവന്റെ ശിഷ്യനും വീട്ടിൽ വരുന്നു. അവർ അവിടെ കയറുമ്പോൾ ശിഷ്യൻ കാണുന്നത് നിലത്ത് തൊടാത്ത കാലുകൾ, അമിതമായി നീളമുള്ള 2 കൈകൾ, ചുവന്ന രക്തക്കണ്ണുകൾ, കറുത്ത നീളമുള്ള മുടി എന്നിങ്ങനെയൊക്കെയുള്ള ഒരു രൂപം. അത് അവർ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ ഗുരുവിന് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവസാനം ഗുരു പറയുന്നു, ഇത് സാധാരണ പ്രശ്നമല്ല, ഇത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. അങ്ങനെ പോലീസും ഗുരുവും ശിഷ്യനും ഈ വീട്ടിന്റെ രഹസ്യം തേടി ഒരുമിക്കുന്നു. പക്ഷേ ആ സത്യം ഇന്നും ഫയലുകളിൽ ഒരു ചോദ്യമായി മാത്രം ബാക്കിയുണ്ട്. അന്ന് പോലീസുകാർ ഒരു തീരുമാനം എടുക്കുന്നു. ഈ കേസ് മുഴുവനായി വ്യക്തമായി അറിയണം. ഒരാളെ രക്തമില്ലാതെ മരിക്കാൻ ഇടയായത് എങ്ങനെ? അമ്മയെയും മകളെയും ആ വീട്ടിൽ നിന്ന് മാറ്റാൻ പോലീസും നാട്ടുകാരും ചേർന്ന് തീരുമാനിക്കുന്നു. അവർ ആ വീട് വിറ്റതിനു ശേഷം രാത്രികളിൽ നാട്ടുകാർ ചിലത് കാണാൻ തുടങ്ങി. വീട്ടിനുള്ളിൽ നിന്ന് തനിയെ തെളിയുന്ന ഒരു പ്രകാശം, അവിടെ ഇരിക്കുന്നത് പോലെ തോന്നുന്ന ഒരു കറുത്ത രൂപം. പലരും പറഞ്ഞു ഇത് തൂങ്ങി മരിച്ച ആ അച്ഛന്റെ ആത്മാവായിരിക്കും. ഗ്രാമം മുഴുവൻ ഭയത്തിലായി. അവസാനം ഗുരുവും ശിഷ്യനും ചേർന്ന് ഒരു വലിയ പൂജ നടത്താൻ തീരുമാനിക്കുന്നു. ഈ വീട്ടിൽ അവർ കരുതിയതിനും അപ്പുറം ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുകയാണെന്ന്. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ ശാന്തമായി പറഞ്ഞു, എനിക്ക് അഗ്നിയിലേക്ക് പോവാൻ പറ്റില്ല, ഞാൻ അഗ്നിയിലേക്ക് പോവത്തുമില്ല. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അമ്പരന്നു. ശിഷ്യൻ എന്താണ് പറയുന്നത്? ആരാണ് ആ സ്ത്രീ? എല്ലാവരും ആശങ്കയോടെ നോക്കി നിൽക്കുമ്പോൾ ശിഷ്യൻ പെട്ടെന്ന് നിലത്തേക്ക് ഇറങ്ങി. അതേ നിമിഷം തന്നെ അവരുടെ മുന്നിൽ ഒരു സ്ത്രീയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവൾ പഴയകാല വസ്ത്രധാരണത്തിൽ ശാന്തമായ മുഖത്തോടുകൂടി നിൽക്കുകയായിരുന്നു. കുറച്ചുപേർ അവളെ കണ്ടപ്പോൾ നെറ്റി പറഞ്ഞു, ഇവരെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പതുക്കെ മനസ്സിലാക്കി, വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിനോട് ചേർന്ന ഒരു കുടുംബത്തിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീ തന്നെ ആയിരുന്നു അവളും. ഗുരു അവളോട് ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അവൾ ശാന്തമായ ശബ്ദത്തോടെ പറഞ്ഞു, എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊന്നത് ഒരു റിട്ടയർഡ് പോലീസുകാരനാണ്. എന്നോട് അന്യായം ചെയ്തു. പലരും ചേർന്ന് എന്നെ വേദനിപ്പിച്ചു. പിന്നെ ഈ വീട്ടിനുള്ളിൽ തന്നെയായി എന്നെ മറച്ചു വെച്ചു. എനിക്ക് നീതി കിട്ടിയില്ല. അതുകൊണ്ടാണ് എന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാതെ ഇവിടെ തന്നെ അലഞ്ഞത്. അവളുടെ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മൗനമായി. ഗുരുവും ശിഷ്യനും ചേർന്ന് അവസാനമായി ചടങ്ങ്
ചടങ്ങുകൾ പൂർത്തിയാക്കി. അവൾക്ക് ശാന്തി ലഭിക്കുവാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവളുടെ രൂപം പതുക്കെ അപ്രത്യക്ഷമായി. പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കുറ്റകൃത്യത്തിന് തെളിവുകൾ കണ്ടെത്തി. അതിൽ പങ്കെടുത്തവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ അവസാനം തെളിവുകളെല്ലാം ചേർന്ന് ആ റിട്ടയർഡ് പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു. ഇത്രയും വർഷം മറഞ്ഞുകിടന്ന ഒരു കൊലപാതകത്തിന്റെ സത്യം ഇങ്ങനെയാണ് പുറത്തു വന്നത്. ഈ കേസിൽ ആത്മാവാണ് സാക്ഷിയായത്. കൊലയാളി പോലീസ് തന്നെയായിരുന്നു. ഒടുവിൽ പോലീസുകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു പറയുന്നുണ്ട് അവൾ പോയിട്ടില്ല. അന്ന് രാത്രി അവനെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. രക്തമില്ല. ജയിലിന്റെ ചുമരിൽ സാരിയെടുത്ത ഒരു സ്ത്രീയുടെ നിഴൽ മാത്രം കാണാം. ചില ആത്മാക്കൾക്ക് നീതി മാത്രം പോരാ, അവർക്ക് പ്രതികാരവും വേണം. അപ്പോ ഈ സ്റ്റോറി ഇപ്പൊ ഇവിടെ തീരാണ്. അപ്പൊ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക.